എല്ലാവരും നിരസിച്ച ഒരു കണ്ടുപിടുത്തം എങ്ങനെ ലോകം മാറ്റി. നമ്മൾ ഇന്നൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഏറ്റവും സാധാരണമായി കാണുന്ന ഒരു സാധനം ഏതാണ്? ഷോപ്പിംഗ് കാർട്ട്. നമ്മൾ കടയിൽ കയറും, ഒരു കാർട്ട് എടുക്കും, അതിൽ സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കും, ബില്ലടച്ച് പുറത്തു വരും. പക്ഷേ ഈ ഷോപ്പിംഗ് കാർട്ട് ആദ്യമായി കണ്ടപ്പോൾ ആളുകൾ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവർ അത് നോക്കുക പോലും ചെയ്യാതെ കടന്നുപോയി. അതെ, ഇന്ന് ലോകത്തിലെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളുടെയും ഒരു പ്രധാന ഭാഗമായി കാർട്ട് ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ ഒരു വമ്പൻ പരാജയമായിരുന്നു. പക്ഷേ അതിന്റെ കണ്ടുപിടുത്തക്കാരൻ അവിടെ തോറ്റില്ല. അദ്ദേഹം ചെയ്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ കഥയാണ് ഇന്ന് പറയുന്നത്. സിൽവൻ ഗോൾഡ്മാൻ 8ാം ക്ലാസ് പഠനത്തിന് ശേഷം സ്കൂൾ ഉപേക്ഷിച്ച് ഗ്രോസറി ബിസിനസ്സിലേക്ക് ഇറങ്ങിയ വ്യക്തി. 1934ഓടെ ഒക്ലഹോമ സിറ്റിയിലെ ഹംറ്റി ഡംറ്റി എന്ന സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ ഉടമയായി അദ്ദേഹം മാറി. അവിടെ വെച്ചാണ് അദ്ദേഹം ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ശ്രദ്ധിച്ചത്. ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ വരുന്നു, പക്ഷേ അവരൊരു പരിധി കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുന്നത് നിർത്തുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ. കാരണം അവർ ഉപയോഗിച്ചിരുന്നത് ചെറിയൊരു ഹാൻഡ് ബാസ്ക്കറ്റ് ആയിരുന്നു. കയ്യിലെ ബാസ്ക്കറ്റിന്റെ ഭാരം കൂടിക്കഴിഞ്ഞാൽ മതി, ഇനി ഇത്രയും സാധനം മതി, അവർ വാങ്ങുന്നത് നിർത്തും. ഗോൾഡ്മാൻ ചിന്തിച്ചു, എനിക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങിപ്പിക്കാൻ കഴിയുന്ന ഒരു മാർഗം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ. അവിടെ നിന്നാണ് ഒരു ആശയം ജനിക്കുന്നത്. ഗോൾഡ്മാനും അദ്ദേഹത്തിന്റെ സഹായിയായ ഫ്രെഡ് യങ്കും ചേർന്ന് ഒരു രാത്രി മുഴുവൻ ഇരുന്നു. ഒരു ഫോൾഡിംഗ് ചെയർ, കുറച്ച് കമ്പിക്കൊട്ടകൾ, ചക്രങ്ങൾ. അവരൊരു പുതിയ ഉപകരണം ഉണ്ടാക്കി. ചക്രങ്ങളുള്ള ഒരു മെറ്റൽ ഫ്രെയിം, അതിൽ 2 ബാസ്ക്കറ്റ്സ്, മുന്നിൽ ഒരു പുഷ് ഹാൻഡിൽ. അങ്ങനെ ആദ്യകാല ഷോപ്പിംഗ് കാർട്ട് തയ്യാറായി. ഗോൾഡ്മാൻ അതിനൊരു പേര് പോലും നൽകി, ഫോൾഡിംഗ് ബാസ്ക്കറ്റ് കാരേജ്. 1937 ജൂൺ 4 ആ ദിവസം ഗോൾഡ്മാൻ തന്റെ സ്റ്റോറിൽ ഈ പുതിയ കാർട്ട് അവതരിപ്പിച്ചു. അദ്ദേഹം കരുതി ഇനി ആളുകൾ ഇത് കണ്ടിട്ട് ആവേശത്തോടെ പർച്ചേസ് നടത്തും. പക്ഷേ സംഭവിച്ചത് നേരെ വിപരീതമായിരുന്നു. ആരും കാർട്ട് എടുക്കുന്നില്ല. ആളുകൾ ഇത് നോക്കും, പിന്നെ പഴയ ബാസ്ക്കറ്റ് എടുത്ത് മുന്നോട്ട് പോകും. പുരുഷന്മാർക്ക് അത് ഉപയോഗിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം അവരുടെ മനസ്സിൽ ഒരു ചിന്ത, ഇത് തള്ളിക്കൊണ്ട് നടക്കുന്നത് ഞാൻ ബലഹീനനാണെന്ന് തോന്നിപ്പിക്കില്ലേ. സ്ത്രീകൾക്കും വേറൊരു പ്രശ്നം, അവർക്ക് ആ കാർട്ട് കാണുമ്പോൾ കുട്ടികളുടെ പ്രാം പോലെയാണ് തോന്നിയത്. ഒരു ഉപഭോക്താവ് ഗോൾഡ്മാനോട് നേരിട്ട് പറഞ്ഞു, ഞാൻ കുട്ടികളുടെ വണ്ടി തള്ളുന്നത് അവസാനിപ്പിച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് നമുക്ക് ഒരു സാധാരണ ഷോപ്പിംഗ് കാർട്ട്, പക്ഷേ അന്ന് ആളുകൾക്ക് അത് ഉപയോഗിക്കുന്നത് തന്നെ ഓക്വേർഡ് ആയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി, ആളുകൾ പഴയ ബാസ്ക്കറ്റ് തന്നെ ഉപയോഗിച്ചു. ഗോൾഡ്മാന്റെ പുതിയ കണ്ടുപിടുത്തം കടയിൽ തന്നെ കിടന്നു. അദ്ദേഹത്തിന് മുന്നിൽ 2 വഴികളായിരുന്നു. ഒന്നുകിൽ ആളുകൾക്ക് ഇത് ഇഷ്ടമല്ല, ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്യാം. ഗോൾഡ്മാൻ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. അദ്ദേഹം ആളുകളുമായി തർക്കിച്ചില്ല, പകരം ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ചില ആകർഷണീയരായ സ്ത്രീകളെയും പുരുഷന്മാരെയും മോഡലുകളായി വാടകയ്ക്കെടുത്തു. അവർ കടയ്ക്കുള്ളിലൂടെ നടക്കും, കാർട്ട് തള്ളും, സാധനങ്ങൾ അതിൽ നിറയ്ക്കും. മറ്റുള്ളവർ കാണുന്ന രീതിയിൽ അവർ ഷോപ്പിംഗ് ചെയ്യും. അതുമാത്രമല്ല, കടയുടെ പ്രവേശന കവാടത്തിൽ ഒരു ജീവനക്കാരനെ നിർത്തി കടയിൽ വരുന്ന ആളുകൾക്ക് കാർട്ട് എടുത്തു കൊടുക്കുക. അങ്ങനെ പതിയൊരു മാറ്റം സംഭവിച്ചു. ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി, അത് ഉപയോഗിക്കുന്നത് ഇവരെല്ലാമാണല്ലോ, അപ്പോൾ ഇതിലെന്താണ് പ്രശ്നം? ഇന്നലെ വരെ നാണക്കേടായി തോന്നിയ കാര്യം ഇന്ന് സാധാരണയായി തോന്നാൻ തുടങ്ങി. പിന്നീട് ആളുകൾ കാർട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അല്പകാലത്തിനുള്ളിൽ ഷോപ്പിംഗ് കാർട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ സാധാരണ കാഴ്ചയായി. പക്ഷേ അതിന്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് മറ്റൊന്നായിരുന്നു. ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. കയ്യിൽ ഒരു ചെറിയ ബാസ്ക്കറ്റ് ആയിരുന്നെങ്കിൽ വാങ്ങാൻ കഴിയുന്ന സാധനങ്ങൾക്ക് ഒരു പരിധി ഉണ്ടായിരുന്നു. പക്ഷേ കാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഷോപ്പിംഗ് കാർട്ട് കസ്റ്റമേഴ്സിന്റെ ഷോപ്പിംഗ് ബിഹേവിയർ തന്നെ മാറ്റി. വ്യാപാരികൾക്ക് പോലും കടകൾ മാറ്റി നിർമ്മിക്കേണ്ടി വന്നു. കൂടുതൽ വിശാലമായ ഇടനാഴികൾ, കൂടുതൽ സ്ഥലങ്ങൾ, കൂടുതൽ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ. അങ്ങനെ ഇന്ന് നമുക്ക് പരിചിതമായ മോഡേൺ സൂപ്പർ മാർക്കറ്റ് രൂപപ്പെടുന്നതിൽ ഷോപ്പിംഗ് കാർട്ടിന് വലിയ പങ്കുണ്ടായി.